ഒരേ സമയം പേർവേർട്ടായ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും സാമൂഹ്യ വിപത്തായ രാഹുൽ ഈശ്വറിനെയും കൊണ്ട് ഗതികെട്ടിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ബസ്സിലിരുന്ന് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചയാളെ പിന്തുണച്ചതുൾപ്പെടെ ഇത്തരം വൈകൃതമുള്ള ആണുങ്ങളെ പിന്തുണയ്ക്കുവാൻ പൊതുമധ്യത്തിൽ ഒരു മടിയുമില്ലാത്ത രാഹുൽ ഈശ്വറും മാനസികമായും ശാരീരികമായും സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 6 ദിവസമായി ഒളിവിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഒളിവിലിരുന്നും ഒളിയമ്പുകൾ എറിയുകയാണ് അയാൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെട്ടുക്കിളി കൂട്ടങ്ങളുടെയും സന്ദീപ് വാര്യരുടെയും രാഹുൽ ഈശ്വറിന്റെയും ലക്ഷ്യം നിയമത്തിന്റെ പരിരക്ഷ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ ഒന്നടങ്കം നിശബ്ദമാക്കുക എന്നത് തന്നെയാണ്. ആദ്യം രാഹുലിനെതിരെ പരസ്യമായി പ്രതികരിച്ച സിനിമാ താരത്തിനെതിരെ സൈബർ അറ്റാക്ക് നടത്തിയും ഇനി ആരും മുന്നോട്ട് വരാതിരിക്കാനും പഠിച്ച പണി 12 പ്രസ്തുത വ്യക്തികൾ നടത്തി. ഇതിനെല്ലാം കോൺഗ്രസിന്റെ മൗന പിന്തുണയും ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലേക്ക് അതിജീവിതയുടെ ചിത്രം പ്രചരിക്കണമെന്ന ആഹ്വാനം കേട്ടയുടൻ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളവരടക്കം അതിജീവിതയുടെ ചിത്രം പ്രചരിക്കുവാൻ വ്യഗ്രത കാണിക്കുമ്പോൾ ഇത്തരക്കാർ ഇവിടെയുള്ള നിയമ സംവിധാനത്തെ കൂടി വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഇത്തരം സ്ലട്ട് ഷെയിമുകൾക്ക് നിയമ നടപടി ഉണ്ടാകില്ലെന്ന ക്രിമിനൽ കൂട്ടത്തിന്റെ തെറ്റിദ്ധാരണയാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലൂടെ കേരള പോലീസ് മാറ്റിക്കൊടുത്തത്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് സന്ദീപ് വാര്യർ ഒളിവിലാണ്. ഇതേ കേസിലെ മറ്റൊരു പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് റോമിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും നടക്കുന്ന കോൺഗ്രസിന്റെ സൈബർ ആക്രമണം കോൺഗ്രസ് എന്ന ജനാധിപത്യ സംഘടന ഒരു മാഫിയയായി വളർന്നു കഴിഞ്ഞെന്നും കൂടി തെളിയിക്കുകയാണ്. എന്നാൽ ഇത്തരക്കാർ ഇത് കേരളമാണെന്നും ഇവിടുത്തെ ഭരണ സംവിധാനം അധപതിച്ച ഒരു പാട്രിയാർക്കി സിസ്റ്റം അല്ലെന്നും ഓർക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന സെക്ഷൽ പേർവേർട്ടിനെയും രാഹുൽ ഈശ്വർ എന്ന നാസിസ്റ്റ് സൈക്കോപാത്തിനെയും നിർദാക്ഷിണ്യം നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയുള്ളവർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റുവാനും അഭ്യസ്തവിദ്യരായ നാം സമ്മതിക്കരുത്.